അല്ല നമുക്ക് ഈറ വരുന്നില്ല, എന്നാലും നമ്മൾ സൽസ്വഭാവിയാണ്. അവനാനെ പറ്റി ആലോചിക്കാനുള്ളതാണ്. അല്ലാതെ ഇത് പറയുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ അപ്പോ പിന്നെ മൂപ്പരൊന്നും മൂപ്പരിലേക്കാണ് ആലോചിക്കുക, അവനിലേക്ക് നമ്മൾ ആലോചിക്കൂല എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാളെ പറ്റി ആലോചിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമ്മളെ പറ്റി ആലോചിക്കാം. ഞമ്മക്ക് ഈറ വരുന്നുണ്ടോ, നമ്മൾ സൽസ്വഭാവിയല്ല. ഞമ്മക്ക് ഈറ വരുന്നില്ലേ, നമ്മൾ സൽസ്വഭാവിയാണ്. അതാണ് ലാ തഗ്ളബ് അഹദ, നിനക്കാരോടും. അപ്പൊ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് ദേഷ്യം വന്നാലാണ്. എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാ കഴിയണത്? നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിട്ടാണ്. ഞാനേ വാപ്പല്ലിപ്പായിട്ട് വലിയ ദേഷ്യമുള്ള ആളാ, അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിക്കുമെന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചു വെച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഈറ വരുന്നതിന്റെ കാരണം. എനിക്ക് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് നല്ലോണം ദേഷ്യം വരുമെന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പ്രഷറിന്റെ കുറേ ബുക്കുകൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. എവിടെങ്കിലും പ്രഷർ കൂടിയാൽ ഈറൊടിച്ചൊന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പ്രഷർ കൂടിയതുകൊണ്ട് ദേഷ്യം വരും എന്ന് എവിടെയും കണ്ടിട്ടില്ല. അതൊരു ന്യായം പറച്ചിലാണ് യഥാർത്ഥത്തിൽ. അതൊക്കെ മനുഷ്യന്മാരെ മേക്കെട്ട് കയറാനുള്ള ഐഡിയ എന്നല്ലാതെ ഒന്നുമല്ല. ഞാൻ ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ട്. ഇതുണ്ടോ നോക്കാനായിട്ട് നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സംഭവം ഇല്ല കേട്ടോ. പ്രഷർ കൂടിയാൽ ഈറ വരുന്ന എവിടെയില്ല. അത് നമ്മളാദ്യം തീരുമാനിച്ചതാണ്. എനിക്ക് പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ഈറ വരുന്ന ആദ്യം തീരുമാനിച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ഈറൊടിക്കുമ്പോൾ പ്രഷർക്ക് അങ്ങനെ വരവെക്കാണ്. അങ്ങനെ സംഭവമില്ല. അതുകൊണ്ട് എന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല. ദേഷ്യം വന്നാലാണ് പെരുമാറ്റം മോശമാകുക. അതുകൊണ്ട് നമ്മളെ കൊണ്ടാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനുഷ്യരുടെ അഭിമാനത്തെ പിച്ചി ചീന്താതിരിക്കണം. അത് നമ്മളെ കൊണ്ട് വേറെ ആൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യന്റെ അഭിമാനം, ഹജ്ജത്തുൽ വദാ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഹജ്ജ്. വിടവാങ്ങൽ പ്രസംഗം നടത്തിയ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഇസ്ലാം പൂർത്തിയായി എന്ന ആയത്തിറങ്ങിയ ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്കിടയിൽ പരസ്പരം ഹറാമാണ്. ഈ ദിവസം, ഈ മാസം, ഈ സ്ഥലം അതിനുള്ള പവിത്രത പോലെ. ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിൽ അറഫയിൽ വെച്ചായിരുന്നു ആ പ്രസംഗം നടന്നത്. അറഫയിൽ ദുൽഹിജ്ജ 9 ഈ ദിവസത്തിൽ, ഈ മാസത്തിൽ, ഈ സമയത്തിൽ എത്രമാത്രം പ്രത്യേകതയുണ്ടോ അതിനേക്കാൾ പ്രത്യേകത മനുഷ്യരുടെ അഭിമാനത്തിനുണ്ട് എന്നാണ്. അതുകൊണ്ട് 2 ബോധങ്ങൾ ഒരു മനുഷ്യനുണ്ടായിരിക്കണം എന്നാണ്. ഒന്ന്, നമ്മുടെ അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും. 2, മറ്റൊരാളുടെ അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും. ഒന്ന്, ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ്. ഒന്ന്, മറ്റുള്ളവർ ആരാണ് എന്ന തിരിച്ചറിവ്. ആദ്യം വേണ്ടത് ഞാൻ ആരാന്ന് ഓരോരുത്തരും അറിയണം. അവനെ പറ്റിയിട്ട് ആദ്യം അറിയണം ഞാൻ ആരാണ്. ഇപ്പൊ ഞാൻ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂര്, ഞാൻ ഒരു ദിവസം നല്ല ടൈറ്റുള്ള ഒരു ജീൻസ് പാൻറ്റും ആ ജിമ്മിന് പോണവരൊക്കെ ഇടണമായിരുത്ത ഒരു ജീൻസിന്റെ ഒരു പിന്നെ നല്ലൊരു ബനിയൻ, ഒരു കുപ്പായ, ഒരു ടീഷർട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങാടി കൂടെ രാവിലെ അങ്ങനെ നടക്കാൻ ഇറങ്ങിയാല് എങ്ങനെ ഉണ്ടാവും? സംഗതി ഹറാമൊന്നും ആവൂല. അങ്ങനെ ഇശ്റാഖ് നിസ്കാരം പള്ളി കയറി കണ്ട് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവാതിരിക്കൂല്ല. പക്ഷെ അങ്ങനെ അങ്ങാടി കൂടെ നടന്നാല് അടുത്തുള്ള ഹുത്ത് ബോധാൻ വേറെ ആളെ നോക്കേണ്ടി വരും. കാരണം എന്തേ? അത് നമ്മളെ നിലവാരത്തോട് യോജിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ ഒരു മനുഷ്യൻ ആദ്യം മനസ്സിലാവേണ്ടത് ഞാൻ ആരാകുന്നു എന്നുള്ളതാണ്. ഇതാണ് ആദ്യം മനസ്സിലാവേണ്ട കാര്യം. അത് മനസ്സിലായതിനു ശേഷം മറ്റുള്ളവർ ആരാണെന്ന് മനസ്സിലാവണം. ആദ്യത്തെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, ബഹുമാനപ്പെട്ട ഞാൻ ആരാന്ന് വേഗം മനസ്സിലാവും. പക്ഷെ രണ്ടാമത്തെ അങ്ങനെ തന്നെ മനസ്സിലാവില്ല. മറ്റുള്ളവർ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ബോധമായിരിക്കണം. നമുക്ക് നാടൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളെ പിന്നെ ജനറൽ ബോഡി നടക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ എന്ത് ഉദാഹരണം പറഞ്ഞാലും പോയി നാട്ടിലേക്കാവുള്ളൂ, കാരണം നമ്മൾ നാട്ടുകാരായതുകൊണ്ട്. പക്ഷെ നാടിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, ഒരു ഉദാഹരണം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. ജനറൽ ബോഡി നടക്കുകയാണ്. അപ്പൊ കുറെ ആൾക്കാർ വരിസംഖ്യ തരാൻ ബാക്കിയുള്ളവരുണ്ട്.
അപ്പൊ അതിന്റെ ലിസ്റ്റൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സെക്രട്ടറി പ്രസിഡന്റൊക്കെ ഓലോട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വലിയൊരുനാൾ കഴിഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ ചെക്കൻ്റെ പൈസ വരാണ്ട് വന്നിട്ട് തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സദസ്സെന്ന ആൾക്കാർ ആരെങ്കിലും ഒരാൾ ചോദിക്കും, ആ പൈസ തരാൻ ബാക്കിയുള്ളവരെ ലിസ്റ്റ് ഒന്ന് വായിക്കണം എന്ന് പറയും. സാധാരണ നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്നൊരു കാര്യം പറയാണ്. അപ്പൊ സെക്രട്ടറി പറയും, അതിപ്പോഴേ എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട്, ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയും. എത്ര പേര് തരാന്ന് പറഞ്ഞെടുക്കുന്നത് പോലെ പേരൊന്നും വായിക്കണം, അത് വായിച്ചിട്ട് ഇനി ഇവിടെ ജനറൽ ബോഡി നടത്തിയാൽ മതി എന്നൊക്കെ പറയും ചിലപ്പോൾ. ഇവിടെ എന്താ വെച്ചാല് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പൈസന്റെ ബുദ്ധിമുട്ടാണ്. പള്ളിക്കത്തെ പൈസയും മദ്രസന്റെ പൈസയും തരാതിരിക്കാൻ എന്തായാലും കഴിയൂലല്ലോ. ഓൻ തന്നില്ലെങ്കിൽ ഓൻ്റെ ആൾക്കാരെന്തായാലും ലാസ്റ്റ് അടക്കേണ്ടി വരും. തരാതിരിക്കാൻ എന്തായാലും കഴിയൂലല്ലോ. പിന്നെ കുറെയൊക്കെ നമ്മള് ഇത് പരസ്യമായി വായിക്കുമ്പോൾ അവന്റെ അഭിമാനം നഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഒരഭിമാനം ഇല്ലാത്ത ചില ആൾക്കാരുണ്ടാവും, പക്ഷെ അവരെ നമ്മൾ മാറ്റി നിർത്തിയിട്ടേ ഈ വിഷയം പറയാൻ പറ്റുള്ളൂ. അത് പോയാലും കുഴപ്പമില്ല, ഞാൻ കൊടുക്കൂല എന്ന് വാശിയുള്ളവരൊക്കെ ഉണ്ടാവും. അത് പിന്നെ മാറ്റി നിർത്തിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പൊതുവെ ആൾക്കാർക്ക് പൈസന്റെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരാളെ ബുദ്ധിമുട്ട് ഏറ്റവും നന്നായിട്ട് അറിയാം ഓനാണ്, മറ്റൊരാൾക്കല്ല. ഇന്റെ ബുദ്ധിമുട്ട് ഏറ്റവും നന്നായിട്ട് എനിക്കേ അറിയുള്ളൂ, വേറെ ആൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് വായിക്കലല്ല പ്രധാനപ്പെട്ടത്, അത് വായിക്കാതിരിക്കലാണ്. അത് മറ്റൊരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തലാണ്. ആ സ്ഥാനത്ത് നമ്മളായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം മാറ്റി പറയാം. നമ്മളെ കുട്ടി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, ഫസ്റ്റ് ക്ലാസ്സാണ്, 7ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ. അപ്പം നമുക്ക് ആ കുട്ടിനോട് നല്ല ഇഷ്ടം ഉണ്ടാവും. അപ്പം നമ്മൾ പെരേ ചെന്ന് ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് മനസ്സിലായി പെരേ ചെന്നാൽ എവിടെ പൊട്ട അവിടെ വന്നാന്നാണ് സത്യത്തിൽ പറയാം. നമ്മൾ വല്യപ്പാട് നമുക്ക് നല്ല ഇഷ്ടം ഉണ്ടായി, എന്തോ ഒരു കാര്യത്തിന് വല്യപ്പാട് നല്ല ഇഷ്ടം, എടാ പൊട്ടം വല്യപ്പ ഇവിടെ വന്നാന്ന് നമ്മൾ പറയാം ഇല്ല. അപ്പോ വല്ലിപ്പായോട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം യഥാർത്ഥത്തിൽ പേരക്കുട്ടിയോടും പറയാൻ പാടില്ല. കാരണം വല്ലിപ്പാക്ക് പൊട്ടം വല്ലിപ്പ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് അഭിമാനമാണ്, പേരക്കുട്ടിക്ക് പൊട്ടം കുട്ടി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് അഭിമാനമാണ്. കുട്ടികളുടെ അഭിമാനത്തിൽ നമുക്ക് യാതൊരു ശ്രദ്ധയില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഒരാളുടെ നമ്മളെ നിലവാരം നമുക്ക് വേഗം മനസ്സിലാവും. അതേസമയത്ത് മറ്റുള്ളവരുടെ നിലവാരത്തെ മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിന് നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം, നമ്മൾ കൊടുക്കണമല്ല. അതിനാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത്. അത് നിലനിർത്തിയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ.